പത്തരമാറ്റ് സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജ അഭിയെടുത്ത് പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അനാമികയും അവരുടെ അമ്മയും ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് മോനെ. അവർ കുഞ്ഞിനെ കൊല്ലാനുള്ള, നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള പരിപാടിയിലേക്കാണ്. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമാണ് അവർ ചെയ്യുന്നത്. എന്തായാലും അത് വളരെ നന്നായി. അനാമിക നമ്മൾ വിചാരിച്ച പോലെ നല്ല മോനെ, ഭയങ്കര ദേഷ്യക്കാരിയാണ്, ഭയങ്കര വാശിയുമാണ്. അവർക്ക് അങ്ങനെ പായസത്തിൽ നവ്യ കലക്കി കൊടുത്തില്ലേ, അതിൻ്റെ പ്രതികാരം വീട്ടാനായിട്ട് അവർ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ടുള്ള പ്ലാനാണ് മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ജലജ നമ്മുടെ അഭിയെടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭിക്ക് സന്തോഷമാവാണ് ചെയ്യുന്നത്. ഇത് ശരിയാണോ, എന്തായാലും അത് നന്നായി അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജലജ പറയുന്നുണ്ട്, മോനെ നീ അപ്പോൾ ഈ പ്ലാനൊക്കെ വർക്കൗട്ട് ആയിക്കോളും, അതിനോടൊപ്പം തന്നെ നീ ഒരു കാര്യം കൂടി ചെയ്യണം, നവ്യയോട് സ്നേഹമായിട്ട് അഭിനയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട്, ആ കാര്യം ഇനിയിപ്പോൾ ഞാൻ സ്നേഹം കാണിച്ചാൽ അവൾക്കത് വിശ്വാസം ആവില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജലജ പറയാണ് കേട്ടോ, നീ എങ്ങനെയെങ്കിലും അവളെ നമ്മുടെ വശത്ത് കൊണ്ടുവരണം, സ്നേഹം കാണിക്കണം, അല്ലെങ്കിൽ പിന്നെ അവർക്ക് നമ്മളോട് ഡൗട്ട് തോന്നും. ഇതിനിപ്പോൾ അവളുടെ അടുത്ത് കാണിക്കേണ്ട അവസാനത്തെ സ്നേഹമല്ലേ, ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും അവളെയും കൂടി ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിനക്ക് നമ്മൾ വിചാരിച്ച് കല്യാണമൊക്കെ നടത്താലോ, ആ ഒരു പണക്കാരി പെണ്ണിനെ കെട്ടാലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ അഭി പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും അവളൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി, ഞാൻ എന്ത് വേണമെങ്കിലും കാണിക്കാമെന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം നേരെ നവ്യയുടെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. നവ്യ ഇവിടെ ഓറഞ്ച് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വേഗം അത് വാങ്ങി അഭി ഇങ്ങനെ പൊളിച്ചു കൊടുത്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പതിവില്ലാത്ത ഈ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ നവ്യയ്ക്കൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്, എന്ത് പറ്റി ഒരിക്കലില്ലാത്തൊരു സ്നേഹം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇതാ കുഴപ്പം, സ്നേഹം കാണിച്ചാലും കുഴപ്പം, തന്നില്ലെങ്കിലും കുഴപ്പം, എന്ത് ചെയ്താലും നിനക്ക് കുഴപ്പം തന്നെയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഒന്നിനും വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് നവ്യനെ കുറച്ച് സ്നേഹത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ അഭി നവ്യയോട് ചോദിക്കുകയാണ് കേട്ടോ, നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയും, എനിക്ക് 10 പവൻ്റെ ഒരു മാല മതി പറയുമ്പോൾ അഭി പറയട്ടോ, നീ അത് ഇനിയും വിട്ടില്ലേ, അത് ഞാൻ എപ്പോഴെങ്കിലും വാങ്ങിത്തരാം, അല്ലാതെ വേറെ എന്താ നിൻ്റെ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണമെന്ന് താല്പര്യം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അഭി നാളെ നമുക്ക് എന്തായാലും പോകാമെന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ നവ്യയ്ക്ക് ഒരു അത്ഭുതം തോന്നുകയാണ് കേട്ടോ, എന്ത് പറ്റി ഇത്രയും നാളും വരാത്ത ആൾ ഇങ്ങനെ വരാമെന്നൊക്കെ പറയുന്നു, ഇനിയിപ്പോൾ സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവരെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ശേഷം കാണിക്കുന്നത് നയനയും ആദർശിനെയാണ് കേട്ടോ. അവർക്ക് രണ്ടാൾക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല, രണ്ടാളും 2 റൂമിലാണല്ലോ. നയനയാണെങ്കിലും പണ്ട് ആദർശ് മുകളിലേക്ക് എടുത്തുകൊണ്ട് വന്നതും സ്റ്റെയർ കേസിൽ നിന്ന് ഒരു എടുത്തുകൊണ്ട് വന്ന സീനും ആദർശും നയനയായിട്ടുള്ള ആ ഒരു ഉമ്മ വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവർക്ക് 2 പേർക്കും നല്ല സങ്കടമുണ്ട് കാണാതെ ഇങ്ങനെ ഉറങ്ങുന്നതിൽ. ശേഷം കാണിക്കുന്നത് അനാമിക റൂമിലേക്ക് വരുന്നതായിരിക്കും. എന്നിട്ട് റൂമിലേക്ക് ഇങ്ങനെ വന്നിട്ട്, നീ എന്താണ് ഒന്നും റെസ്പോൺസ് ചെയ്യാത്തത്, ഇങ്ങനെ കലക്കി തന്നതൊക്കെ അറിഞ്ഞില്ലേ, ഞങ്ങൾക്ക് പ്രശ്നമായതൊക്കെ നീ അറിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ നവ്യ ഇങ്ങനെ ചെയ്താന്ന് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും, നവ്യ ചേച്ചിയെയും നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല, നിങ്ങൾ രണ്ടാളും കള്ളം പറയണവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ, അത് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടാൽ ശരിയാകാൻ പോണില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട്, വേറെ ആരുമല്ലല്ലോ, ഞാൻ നിൻ്റെ ഭാര്യയല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടില്ല, നീ എൻ്റെ അടുത്ത് അങ്ങനെയല്ല പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടുന്ന് ഇങ്ങനെ ഓരോന്ന് ഒഴിഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊന്നും കാര്യമാക്കണില്ല. എന്നിട്ട് അനിയുടെ പാട്ടിനെ അനി ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനാമിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഇവർക്കൊക്കെ ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ മാറി നിന്നിങ്ങനെ മനസ്സിലിങ്ങനെ കുശുമ്പ് വിചാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെ നേരമാണ്. ആ സമയം നമ്മുടെ അനാമികയും അമ്മയും കൂടി ജോഗിങ്ങിലാണ് കേട്ടോ, ഓട്ടത്തിലാണ്. ആ സമയം വേണു കാർ നിർത്തിയിട്ട് ഒരു ബോട്ടിലിൽ മരുന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് മുമ്പത്തെ പോലെ പാളി പോവരുത്, ഈ മരുന്ന് പാലിൽ കലക്കി കൊടുക്കണം നവ്യയ്ക്ക്, 15 മിനിറ്റ് കൊണ്ട് തന്നെ ഫലം എന്തായാലും ഉണ്ടാവും, ഇത്തവണ ഒരിക്കലും ഈ ഒരു ഐഡിയ ഫെയിൽ ആവരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേണു ആ ഒരു ബോട്ടിൽ, കുഞ്ഞു ബോട്ടിലായിരിക്കും കേട്ടോ, അതിങ്ങനെ കൈമാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ രണ്ടാളും പറയുന്നുണ്ട്, ഇനി അവൾക്ക് പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. നല്ലപോലെ സാരി കൊടുത്ത് ഒരുങ്ങി റെഡി ആവണം, നല്ല സന്തോഷമാണ് കേട്ടോ നവ്യക്ക്. എന്നിട്ട് പിന്നെ അഭിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, നീ എന്തായാലും എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം അങ്ങനെ അവർ നമ്മുടെ പോകാനായിട്ട് തയ്യാറാവണം, നവ്യ അഭിയും കൂടി
പോകാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് അബി നേരെ ജലജയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് കേട്ടോ, എല്ലാ പ്ലാനും ഓക്കെയാണ് അമ്മേ, അവൾക്ക് ഇപ്പോൾ കുറച്ച് വിശ്വാസമൊക്കെ വന്നു എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജലജയും പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദേവ്യാനിനെ ആയിരിക്കും. ദേവ്യാനി വയ്യാതെ ഇങ്ങനെ ഉറങ്ങി അവിടെ ഇരിക്കുകയായിരിക്കും കേട്ടോ സെറ്റിയിൽ. അപ്പോൾ അവിടുന്ന് എല്ലാവരും ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്, ജയനോ ആദർശമൊക്കെ ഇങ്ങനെ വരികയായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ മുഖത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ക്ഷീണമല്ല, എനിക്ക് മനസ്സിനാണ് വിഷമം, ഇവളിവിടെ ഉള്ളതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയനേനെ നോക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല അമ്മ, എന്തായാലും ഒന്നും കാണിച്ചേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവ്യാനി അത് കണക്കാക്കി എടുക്കുന്നേ ഇല്ല കേട്ടോ. ഇത് മൊത്തം അപ്പോഴും നയനയുടെ തലയിൽ കുറ്റിടാനാണ് നോക്കുന്നത്. അങ്ങനെ നവ്യയും അബിയും നേരെ വീട്ടിലോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അവിടുന്ന്. എന്നിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഇവരെ കാണുമ്പോൾ നല്ലപോലെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അബിയുടെ ആ ഒരു മാറ്റവും സ്നേഹമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതവും തോന്നുന്നുണ്ട്, നല്ലപോലെ മാറിയല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അബീനെ കാണുമ്പോൾ. അപ്പോൾ നവ്യും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നല്ലപോലെ മാറ്റമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം അവർ വരുമ്പോഴേക്കും നമ്മുടെ ദേവ്യാനിക്ക് തീരെ വയ്യാതാവുമായിരിക്കും ചെയ്യുന്നത്. ദേവ്യാനി തീരെ കുഴഞ്ഞ് വല്ലാത്ത അവസ്ഥയിലാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഡോക്ടർ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്യുമ്പോൾ ബി പി ഒക്കെ കുറഞ്ഞതിൻ്റെ പ്രശ്നമാണ്, നല്ലപോലെ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നയനയാണ് നോക്കുന്നത് കേട്ടോ. പിന്നീട് ദേവ്യാനിക്ക് വയ്യാതാകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നയനയായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.